ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും കർഷകനുമായ ശ്രീ PT മോഹൻദാസ് കാന്തല്ലൂരിലെ കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കിസാൻ വാണിയോടൊപ്പം ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പെരുമല പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ മോഹൻദാസ് എന്ന മാതൃക കർഷകനാണ്. അദ്ദേഹം കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും നിലവിൽ ഇവിടുത്തെ വാർഡ് മെമ്പറുമാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം മോഹൻദാസ്. നമസ്കാരം. എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു? കാർഷിക മേഖലയിൽ ഞങ്ങളെ കുടുംബം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഞങ്ങൾ കൃഷി ഉപജീവിതമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കുടുംബമാണ്. അതായത് എനിക്കറിഞ്ഞ ഞാൻ പഠിത്തം നിർത്തി വിവരറിഞ്ഞ് കണ്ണിൽ കാണുന്നത് ഞാൻ കൃഷിയിലാണ് കണ്ണിൽ കാണുന്നത്. എൻ്റെ അപ്പം തൊട്ട് കാലമായിട്ട് ഞങ്ങൾ കൃഷിയാണ് ഞങ്ങളുടെ മെയിൻ പ്രധാനം. വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ കൃഷിയിലേക്ക് തന്നെ കടന്നു? ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് തോന്നുന്നൊരു ഏതാണ്ട് ഒരു 14-15 വയസ്സ് മുതൽ ഞാൻ കൃഷിയാണ് എൻ്റെ മെയിൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ. ഇപ്പം എന്തൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇപ്പോൾ ഇവിടെ നമുക്ക് വ്യത്യസ്തമായ, അതായത് ശീതകാല പച്ചക്കറികൾ, അതുപോലെ വ്യത്യസ്തമായ പഴവർഗ്ഗങ്ങൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റ്, കാബേജ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്. പിന്നെ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് അവക്കാഡോ, സ്ട്രോബെറി, ചീത്തപ്പഴം, പിന്നെ പാഷൻ ഫ്രൂട്ട്, അതുപോലെ പ്ലംസ്, പീച്ച്, ഇങ്ങനെ വ്യത്യസ്തമായ ഫ്രൂട്ട്സുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ചെറുപ്പത്തിൽ ഈ കൃഷി തുടങ്ങിയിരുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? അന്ന് നമുക്ക് ഈ ശീതകാല പച്ചക്കറി വെച്ചാൽ അന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കാലഘട്ടം മാറുന്നതോറും അതിൻ്റെ റെയർ ഫ്രൂട്ട്സ് പുറത്തുനിന്നൊക്കെ വരികയും ആൾക്കാർ അതിൻ്റെ ആവശ്യങ്ങൾ ഏറെയും വരുന്നതുകൊണ്ട് നമ്മൾ ആധുനികമായ രീതിയിലേക്കുള്ള ഫ്രൂട്ട്സിലേക്ക് നമ്മൾ കടക്കുകയാണ് ചെയ്തത്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നതിനൊപ്പം തന്നെ ഒരു സാമൂഹിക പ്രവർത്തകനും കൂടിയാണ്. അപ്പോൾ അങ്ങേക്ക് അതിനു കൂടിയുള്ള സമയമൊക്കെ എങ്ങനെ കണ്ടെത്തുന്നു? രണ്ട് മേഖലയാണ്. കൃഷി മേഖല ഒരു തനിച്ച് അത് നമ്മൾ സന്തോഷിച്ച് ചെയ്യുന്ന ഒരു മേഖലയാണ്. രാഷ്ട്രീയം അത് വ്യത്യസ്തമായ മേഖലയാണ്. കാര്യം ഞാൻ ഇതുപോലെ കൃഷി മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഉപജീവിതം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഗ്രാമത്തിൻ്റെ ഒരു തലവനായിരുന്നു ഞാൻ. കാര്യം ഞങ്ങളുടെ ഈ തമിഴ് പാരമ്പര്യം എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങളുടെ കുടുംബം വേണം ഈ ഗ്രാമം നയിക്കാൻ. അതായത് തമിഴ്നാട്ടിൽ പറഞ്ഞ പോലെ നാട്ടാമെന്ന് പറയും. ആ രീതിയിലാണ് ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ടു, നിങ്ങളുടെ ഗ്രാമം മാത്രം നേരെയാക്കിയാൽ പോരാ, ഈ പൊതുജനങ്ങളിലേക്ക് കാന്തല്ലൂർ പഞ്ചായത്തിലേക്ക് നിങ്ങളുടെ സേവനം ആവശ്യമുണ്ട്, അതുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ നിന്നു. അങ്ങനെ മെമ്പറായി. ആദ്യം തന്നെ പ്രസിഡൻ്റായിരുന്നു. അതൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അങ്ങനെ പ്രസിഡന്റിൻ്റെ ഒരു ഉത്തരവാദിത്തം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കാർഷിക മേഖലയിൽ ശ്രദ്ധ കുറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? ശ്രദ്ധ കുറച്ചല്ല, കൂടിയിട്ടേ ഉള്ളൂ. കാര്യം നമ്മൾ ഇപ്പോൾ ഈ കാന്തല്ലൂർ എന്നറിയപ്പെടുന്നത് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് മേഖലയായിട്ട് അറിയപ്പെടുന്നത്. അത് ഞാൻ ഒരുപാട് ശ്രമിച്ചു. കാര്യം ഈ കാന്തല്ലൂർ 4 മലകളാൽ ചുറ്റപ്പെട്ട് ഒളിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാന്തല്ലൂർ എന്ന് പറയുന്നത്. കാര്യം ഇവിടെ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാറില്ല. കൃഷിക്കാരൻ കൃഷി ഉൽപ്പാദിക്കുന്നു, പക്ഷേ അത് ഒരു നിർബന്ധമായിട്ട് ഒരു വിലയ്ക്ക് കൊടുക്കേണ്ട ഒരു ഗതികളിലേക്ക് കൃഷിക്കാരൻ പോകുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, നമ്മൾ ഈ ജനങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് നമ്മളിത് മുന്നോട്ട് ഇറങ്ങിക്കൂടാ എന്ന് ചിന്തിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കാന്തല്ലൂരിന് പുറലോകം എത്തിക്കണം എങ്ങനെയെന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഈ കാന്തല്ലൂരിൽ ഞാൻ പുറലോകം എത്തിച്ചെന്ന് വെച്ചാൽ അതായത് 2003 സെപ്റ്റംബറിലെ രാജ്യത്തെ ഏറ്റവും ബെസ്റ്റ് ടൂറിസം വില്ലേജിൻ്റെ ഗോൾഡൻ അവാർഡ് ഞാൻ കരസ്ഥമാക്കി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൃഷിയെ കൂടുതൽ ഉൽപ്പാദിക്കാൻ തീരുമാനിച്ചു. കാരണം എന്തെല്ലാം വിനോദസഞ്ചാര മേഖലയായിട്ട് ഉണ്ടെങ്കിലും കൃഷിയും വിനോദസഞ്ചാരം ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. കാരണം വെറും വിനോദസഞ്ചാരം മാത്രം കൊണ്ടുപോയാൽ പറ്റത്തില്ല, കൃഷി മാത്രം രണ്ട് യോജിച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇപ്പോഴും കൃഷിക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ കൂടുതൽ പദ്ധതികൾ മാറ്റിവെച്ചുകൊണ്ട് പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പച്ചക്കറി കൃഷികൾ ഏതൊക്കെ ഇനം പച്ചക്കറി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ സീസൺ ബേസിക്കൽ ചെയ്യുന്നത് നമുക്ക് ക്യാരറ്റ്, കാബേജ്. ഇതിന് നമുക്ക് സീസണല്ല, എപ്പോഴും വർഷം 360 ദിവസവും വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാം. അതിന് സീസണല്ല. പിന്നെ വെളുത്തുള്ളി 2 സീസൺ ചെയ്യുന്നുണ്ട്, ഉരുളക്കിഴങ്ങ് 2 സീസൺ ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ നമുക്ക് കൃഷി ഇപ്പോൾ നിലവിലുള്ളത് ക്യാരറ്റ്, കാബേജ്, ബീൻസ്, ഗ്രീൻ പീസ്.
ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളിയും ഉരുളക്കിഴങ്ങും ചെയ്യും. ഈ ഈ സീസൺ ജൂലൈയിൽ ചെയ്യും. ഇതിന്റെ വിളവെടുപ്പ് അതെ 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 അതെ. എന്തൊരു സ്ഥലത്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ എനിക്കിവിടെ ഒരു 3.5 ഏക്കർ സ്ഥലമുണ്ട് കൃഷിയായിട്ട്. പിന്നെ ഫ്രൂട്ട്സായിട്ട് ബന്ധപ്പെട്ട് ഒരു 2 ഏക്കർ സ്ഥലത്ത് ഫ്രൂട്ട്സും ഉണ്ട്. അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു, നമുക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഇവിടെ കിട്ടാനുണ്ടോ? വെള്ളം കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഞങ്ങൾക്കിപ്പോൾ ഈ ഏറ്റവും വലിയ ഫോറസ്റ്റാണ് ഈ ആനമുടി ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ പണ്ട് മണ്ണവൻചോളം എന്ന് അറിയപ്പെടുന്ന ഫോറസ്റ്റാണ്. അതിനകത്ത് നാച്ചുറലായിട്ട് വെള്ളം ഇപ്പോൾ കൂടുതൽ വരുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ ഞാൻ ചെറിയ പ്രായത്തിൽ കണ്ടെത്തുന്ന വെള്ളത്തേക്കാൾ ഇപ്പോൾ കുറവ് കാണപ്പെടുന്നുണ്ട്. ഈ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള മാറ്റം കൃഷിനെ ബാധിച്ചിട്ടുണ്ടോ? അപ്പോൾ പണ്ടത്തെ ഒരു കാലാവസ്ഥയല്ല ഇപ്പോൾ, ചൂട് കൂടുന്നു അല്ലേ? ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഞങ്ങൾക്ക് വെള്ളമുള്ളത് കൊണ്ട് നമ്മളത് മാനേജ് ചെയ്ത് പോകുന്നു. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ മൊത്തത്തിൽ ഒരു മാറ്റം വന്നുകൊണ്ട് പക്ഷെ കൃഷിക്കാർ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. എന്നാലും 1-2 സമയത്ത് നമ്മൾ എന്നുള്ള വെയിലാണെങ്കിൽ നമുക്ക് വെള്ളം നനയ്ക്കാൻ പറ്റും. പക്ഷെ മഴ കൂടുതലാകുമ്പോഴത്തേക്കും നമുക്കത് വലിയ പ്രാവശ്യം തന്നെ നേരിടുന്നുണ്ട്. കൃഷിക്കാരൻ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇനി വരും കാലങ്ങളിലേക്ക് കൃഷിക്കാരനെ ആ കാലാവസ്ഥയായിട്ട് യോജിച്ചുള്ള മാറ്റങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। പറഞ്ഞ പോലെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ച് സംരക്ഷിക്കാൻ പറ്റും. പക്ഷെ മഴ കൂടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രശ്നം ഉണ്ടാകുന്നു. കൃഷി നശിക്കും. അതാണ് എൻ്റെ കാര്യം. അങ്ങനെ അവിടുത്തെ മഴമറയൊക്കെ പോലുള്ള കാര്യങ്ങളല്ലേ? മഴമറ അത് സാധ്യതയല്ല. കാര്യം ഇന്ന് പ്രകൃതിയിൽ മൊത്തത്തിൽ ടോട്ടല് വന്നാകുന്ന ഒരു മാറ്റമാണിത്. പക്ഷേ അതിൽ മാറ്റം കൃഷിക്കാർക്ക് ഒരു ബാധിപ്പ് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ, കാരണം നമുക്ക് വെയിലാണെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ നനയ്ക്കാൻ പറ്റും. പക്ഷേ മഴ കൂടുതലായി കഴിഞ്ഞാൽ ഒരു പരിധിക്ക് ഒരു 10 ദിവസം 15 ദിവസം തുടർന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കൃഷി നശിച്ചു പോകും. അപ്പോൾ കൃഷിക്കാരന് അത് വലിയൊരു ബാധ്യതയായി തന്നെ വരും. നമ്മളിവിടെ ചെയ്യുന്ന പച്ചക്കറിയുടെയൊക്കെ വിപണി സാധ്യത എങ്ങനെയാണ്? കച്ചവടം ചെയ്യുന്നത് എവിടെയാണ്? അതായത് വിപണി സാധ്യത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ശരിക്കും ഒരു പോരായ്മ തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാര്യം നാം കൃഷിക്കാരൻ ഉൽപ്പാദിക്കുന്നു. കാരണം പാരമ്പര്യമായിട്ട് കൃഷി ചെയ്യുന്നവനാൽ കൃഷി ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും. വേറെ പല സംവിധാനം നോക്കത്തില്ല. കാരണം അത് ഉപജീവിത മാർഗ്ഗം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ മാർക്കറ്റിംഗ് സംവിധാനം ഇപ്പം നമുക്ക് ഇല്ലെന്ന് തന്നെ പറയാം. കേരളത്തെ സംബന്ധിച്ച് ഇല്ലെന്ന് തന്നെ പറയാം. കാര്യം നമ്മളിപ്പോൾ കേരളത്തിലെ പച്ചക്കറികൾ മേടിച്ച് കഴിക്കുന്നവർ ഏറെ കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ പോലും പക്ഷെ നമ്മുടെ കാന്തര പ്രദേശത്ത് നിന്ന് കേരളത്തിലേക്ക് പോകുന്ന പച്ചക്കറികൾ വളരെ നാമം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പം നിലവിൽ പച്ചക്കറികളിൽ വരുന്ന വിനോദസഞ്ചാരികൾ മേടിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ നമുക്കൊരു മാർക്കറ്റിംഗ് സംവിധാനം ബൾക്കായിട്ട് ഇവിടുന്ന് കയറ്റിവിടുന്ന പരിപാടി ഇല്ലായിരുന്നു. 2016 വരെ നമുക്ക് നല്ലൊരു മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ടായിരുന്നു. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഹോർട്ടിക്കോർ മുഖാന്തരം, VAPCK മൂല്യം, ശീതകാല പച്ചക്കറി സൊസൈറ്റി മുഖാന്തരവും കയറ്റിക്കൊണ്ട് വരുന്നു. ഇപ്പോൾ 2016 ശേഷം നമുക്ക് മാർക്കറ്റിംഗ് സംവിധാനം പൂർണ്ണമായിട്ട് നിലച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടല്ലേ? ഇവിടുത്തെ കർഷകരുടെ ഇടയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ട്. അതുകൊണ്ട് കൃഷി ഏറെ കുറഞ്ഞു. ഏറെ കുറഞ്ഞെന്ന് വെച്ചാൽ ഇവർ ഉൽപ്പാദിക്കുന്നു. ഒന്നാമത് വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കര രൂക്ഷമായ ശല്യം. കാരണം എല്ലാ കാട്ടിലുള്ള മൃഗങ്ങളിപ്പം നാട്ടിലേക്ക് ഇറങ്ങി കൃഷി നശിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതൊക്കെ അതിജീവിച്ച് കൃഷി ഉൽപ്പാദിച്ചാൽ പോലും ആ ഉൽപ്പന്നങ്ങൾ ഇന്ന് മാർക്കറ്റിലേക്ക് എത്തി വിൽക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് കൃഷി രീതിയിൽ നിന്ന് ആൾക്കാരെ പിന്തിരിഞ്ഞുകൊണ്ട് വേറെ എന്തെങ്കിലും പല മാർഗങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അതൊരു പ്രതിസന്ധിയായിട്ട് ഉറപ്പായിട്ടും ചെയ്യുന്ന പച്ചക്കറി കൃഷിയൊക്കെ ജൈവ രീതിയിലാണോ ചെയ്യുന്നത്? അതിനുള്ള വളപ്രയോഗങ്ങളൊക്കെ എങ്ങനെയാണ്? ജൈവ രീതിയിൽ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. അതായത് ഇവിടുത്തെ പച്ചക്കറി പിന്നെ അമിതമായ വിഷങ്ങളില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം ഞാൻ 2012-16 കാലഘട്ടത്തിൽ ശീതകാല പച്ചക്കറി സൊസൈറ്റിയുടെ പ്രസിഡന്റാണ്. ഇപ്പോഴും ആ പ്രസിഡന്റ് തന്നെയാണ്. കാരണം ഇവിടെ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ 3 മാസം കൂടുമ്പോൾ 6 മാസം കൂടുമ്പോൾ തിരുവനന്തപുരം വെള്ളിയാനി സർവകലാശാലയിൽ വിട്ട് നമ്മൾ ലാബിൽ വിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ
അമിതമായ വിഷങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ടായി. അതും ഇപ്പോഴും നമുക്കത് കിട്ടും. പക്ഷേ ഇവിടെ തമിഴ്നാടിന് ഊട്ടി, കൊടൈക്കനാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മളിവിടെ അധികമായ വിഷങ്ങൾ ധരിക്കുന്നത് നമുക്ക് ആ വിഭവം തന്നെ അറിയാൻ പറ്റും, ആ പച്ചക്കറി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പക്ഷെ പൂർണ്ണമായ ശൈവരീതി പറയാൻ പറ്റില്ല. സേഫ് ടു ഈറ്റ് എന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടല്ലേ. സാധാരണ ഇപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഒരു 100-120 ദിവസങ്ങൾക്കുള്ളിൽ ഏത് വിളയാണെങ്കിലും അതിൻ്റെ ഒരു സീസൺ തീരും അല്ലേ. അപ്പോൾ അതനുസരിച്ച് 3-4 തവണ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. വെള്ളനിലം ഇതിൻ്റെ ഇടയ്ക്ക് തയ്യാറാക്കുന്ന രീതി അതൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു കൃഷി ചെയ്തതിന് ശേഷം അടുത്തതിലേക്ക് മാറുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ മറ്റെന്തെങ്കിലും വളങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരാറുണ്ടോ? അതായത് കൃഷിക്കാരെ സംബന്ധിച്ച് ആ ടെക്നിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. കാരണം ഈ പറഞ്ഞ പോലെ 90 to 120 ദിവസമാണ് നമുക്ക് ഈ വിളവെടുപ്പ് കാലാവധി എന്ന് പറയുന്നത്. അതായത് ഇതിന് 2 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് മണ്ണിൽ അടിയിൽ വരുന്ന ഒരു കൃഷിയും മണ്ണിൽ മുകളിൽ വരുന്ന ഒരു കൃഷിയായിട്ട് നമ്മൾ മാറ്റി ചെയ്യാനാണ്. കാര്യം ഉരുളക്കിഴങ്ങ്, ക്യാരറ്റൊക്കെ മണ്ണിൻ്റെ താഴെ വിളയുന്നത്. ഈ ഗ്രീൻ പീസ്, അതുപോലെ ബീൻസ്, ഇതൊക്കെ മണ്ണ്, കാബേജ്, ഇതൊക്കെ മണ്ണിൽ മുകളിൽ. അപ്പോൾ ഒരു കൃഷി ആ സ്ഥലത്തിൽ നമ്മൾ മണ്ണിൻ്റെ അടിയിൽ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത കൃഷി നമുക്ക് മണ്ണിൻ്റെ മേലിൽ കൃഷിയായിരിക്കും. അപ്പോൾ ഈ മണ്ണിന് ഒരു റൊട്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ 90-ാം ദിവസം മുതൽ 120 ദിവസം മുതൽ നമുക്ക് ഇപ്പോൾ ക്യാരറ്റ് വിളവെടുക്കാൻ പാകമായി നിൽക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് 1 മാസം മുമ്പ് തന്നെ ഒരു 1/2 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ മതി നമുക്ക് കേബേജിന് വിത്ത് പാകി നിർത്താൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ 1 മാസം നേഴ്സറി തന്നെ തീരും. അപ്പോൾ നമുക്ക് ആ 1 മാസം നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ ആ നേഴ്സറിയിൽ നിന്ന് നമുക്ക് ഈ കേബേജ് എടുത്ത് നമുക്ക് റീപ്ലാന്റ് ചെയ്തെങ്കിൽ നമുക്ക് 60 ദിവസം മതി നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ടൈമിംഗ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കൃഷിക്കാരൻ ഇതുപോലെ പഠിച്ചില്ലെങ്കിൽ പോലും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇതെല്ലാം അവർ അനുഭവിച്ചു പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കുറച്ച് സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു വർഷത്തേക്ക് 4 സീസൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ചെയ്തു പോകാൻ 90 ദിവസം മതി. കാര്യം കാബേജിന് ഇപ്പോൾ 30 ദിവസം നേഴ്സറി പോകും. നേഴ്സറി ചെറിയ ഭാഗം മതി. പക്ഷെ 60 ദിവസത്തോണ്ട് നമുക്ക് വിളവെടുക്കാം. 1 മാസം നമുക്ക് ലാഭിക്കാം. അങ്ങനെയൊക്കെ റൊട്ടേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പായിട്ട് ഒരു വർഷത്തിലേക്ക് നമുക്ക് 4 സീസൺ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആവശ്യമുള്ള തൊഴിലാളികളെ കിട്ടാറുണ്ടോ പണിയാൻ? അതൊരു വലിയൊരു പാട് തന്നെ ഇപ്പോൾ. കാര്യം ഇപ്പോൾ പിന്നെ ഇവിടെ സംബന്ധിച്ച് ഈ തട്ടിത്തട്ടായ ഭൂമി ആയത് കാരണം വലിയ ട്രാക്ടറുകളോ വലിയ ഹൈ പവറുള്ള ട്രില്ലർ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ വലിയ പാടാണ്. പക്ഷെ തൊഴിലാളികൾ പണ്ടത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ കുറച്ച് കുറവാണ്. കാര്യം ഇപ്പോൾ എല്ലാം പിള്ളേരെല്ലാം എഡ്യൂക്കേഷനായി. അത് മാത്രമല്ല, പണ്ടൊക്കെ കല്യാണം കഴിച്ച് ഇവിടെ തന്നെ കെട്ടിക്കൊടുക്കും പണിക്കാർക്ക്. ഇപ്പം എല്ലാം പുറലോകത്തേക്ക് കെട്ടിക്കൊടുക്കാൻ തുടങ്ങി. അവർ ഇവിടെ നിന്ന് ഓരോ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുക. മാത്രമല്ല, എല്ലാവരും ഈ കൃഷിയെ ഇനി നമ്മൾ കളിക്കണോ, ഇനി നമ്മൾ കൃഷിയിലേക്ക് മല്ലടിക്കണോ എന്നുള്ളൊരു ചിന്ത കൂടി ചെറിയ തലമുറയിൽ വരുന്നുണ്ട്. പിന്നെ കുറേ റിസോർട്ടുകളും ഹോം സ്റ്റേകളും വന്നുകൊണ്ട് എല്ലാവരും ആ രീതിയിലേക്ക് കുറേ കൃഷിയിലേക്ക് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പേര് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ പണിക്കാരെപ്പോൾ ചെറിയ പരിസ്ഥിതി തന്നെയാണ്. അതുപോലെ ഇതിനകത്ത് വെള്ളം നനച്ചു കൊടുക്കാനായിട്ട് എന്തെങ്കിലും ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, അതോ നമ്മൾ അല്ലാണ്ട് നനച്ചു കൊടുക്കുകയാണോ? അല്ല, നമ്മൾ സാധാരണ നാച്ചുറൽ വാട്ടർ ശരിക്കും കണ്ടത്തിലേക്ക് തിരിച്ചു വിടുന്നു. പിന്നെ വളരെ ഏതാണ്ട് ഒരു 10-15% ആൾക്കാർ സ്പ്രിംഗ്ലറായിട്ട് ഉപയോഗിക്കുന്നു. ഒരു 2-3% ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുന്നു. പക്ഷേ ആധുനിക സംവിധാനത്തിലേക്ക് ഇന്നും പൂർണ്ണമായിട്ട് ആൾക്കാർ കടന്നിട്ടില്ല. പക്ഷെ എത്രയോ സംവിധാനം ഉണ്ട്, നമുക്ക് വെള്ളം ലാഭിക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ പോലും കൃഷിക്കാർ അത് വലിയ താല്പര്യപ്പെട്ട് അതിനകത്ത് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഡ്രിപ്പ് ഇറിഗേഷനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത്രയും പണിക്കാരെ ലാഭിക്കാനും കൂടെ പറ്റുന്നുണ്ടല്ലേ. ഇപ്പോൾ ഒരുപാട് പേര് അതിനകത്തുള്ള ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ, കൂടാതെ നമ്മളിപ്പോൾ പോളിഗോസ് ചെയ്യുന്നുണ്ട്, ഗ്രീൻ ഗോസ് ചെയ്യുന്നുണ്ട്. കാര്യം എല്ലാവരും അറിഞ്ഞില്ല, എന്നാലും ഒരു 10-20% ആൾക്കാർ അതിലേക്ക് കടന്നുണ്ട്. കാരണം ഇതെല്ലാം ഈ പണിക്കൂലിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പണിക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട്, അതിനൊരു സുമ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കിടക്കുന്നത്. നമ്മുടെ കാന്തല്ലൂരെ കൃഷികളെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ള സ്ഥലത്തെ കൃഷിയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ടൂറിസത്തിൻ്റെ സാധ്യതയും കൂടെ കൃഷിയിലേക്ക് ഉപയോഗിക്കാനായിട്ട് ഇവിടെ പറ്റുന്നുണ്ടല്ലേ? അത് പറ്റുന്നുണ്ട്. കാര്യം നമുക്കിപ്പോൾ കണ്ണിൽ തന്നെ കാണാം. ഇപ്പം നമ്മൾ ഈ അവാർഡ് മേടിച്ച പിന്നെ ജമ്മു കാശ്മീരിൽ നമ്മൾ 5 ഗോൾഡൻ അവാർഡ് ഉണ്ടായിരുന്നു. 5 ഗോൾഡൻ അവാർഡിൽ 2ാമത്തെ ഗോൾഡൻ അവാർഡ് നമുക്കാണ് കിട്ടിയത്. അവർക്ക് ജമ്മു കാശ്മീരിലെ ദവാർ വില്ലേജ് കഴിഞ്ഞാൽ അടുത്ത കാന്തൽ വില്ലേജാണ് ഗോൾഡൻ അവാർഡ് കിട്ടിയത്. ഇത് കിട്ടിയ പിന്നെ വിനോദസഞ്ചാര ഒഴുക്ക് കൂടി. കൃഷിക്കാരൻ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും റോഡിലേക്ക് സൈഡിലെടുത്ത് വെച്ചപ്പോൾ ആൾക്കാർ ഇന്ന് മേടിച്ചിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഉൽപ്പാദിക്കുന്ന ഫ്രൂട്ട്സുകളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ പോകാതെ തന്നെ വരുന്ന ഗസ്റ്റുകൾക്ക് തന്നെ കൊടുക്കാൻ നമ്മൾ തികയുന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് വിനോദസഞ്ചാര മേഖല വളർന്നിട്ടുണ്ട്. വിനോദസഞ്ചാരം വളർന്നുകൊണ്ട് കൃഷിക്കാരനും അതിനുള്ള ഗുണം കിട്ടുന്നുള്ളത് സത്യമാണ്. പക്ഷെ എനിക്ക് പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, കൃഷി ഉപേക്ഷിച്ച് കളയരുത്. കൃഷിയെ വർദ്ധിപ്പിച്ചെടുക്കണം, വിനോദസഞ്ചാര മേഖല വർദ്ധിപ്പിക്കരുത്. രണ്ടും കൂടി കമ്പയർ ചെയ്ത് പോയാൽ മാത്രമാണ് 2 മേഖലയും നമുക്ക് വളർത്തി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. മാത്രം വിനോദസഞ്ചാരികളെ സംബന്ധിച്ച്
അവർക്ക് ഇപ്പോൾ ഈ പച്ചക്കറി മേടിക്കാനും കാണാനും മാത്രമല്ല വരുന്നത്, പ്രകൃതി ആസ്വദിക്കാൻ വരാം, കാലാവസ്ഥ ആസ്വദിക്കാൻ വരാം. പക്ഷേ ഏറ്റവും കുറവുള്ളത് ഈ കൃഷിക്കാർക്കാണ്. ഇവർ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു യഥാസമയം നല്ല വില കിട്ടണമെങ്കിൽ ആ വരുന്ന വിനോദസഞ്ചാരിക്ക് ആൺ ദ സ്പോട്ടിൽ കാട്ടിൽ പോയി അവർ പറിച്ചു കൊണ്ടുപോകുന്ന ഏറെ എല്ലാവരും ആശ്രയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടുകാർക്ക് ഏറ്റവും വലിയ ഗുണം വിനോദസഞ്ചാര മേഖല വരുന്നുകൊണ്ടാണ് ആൾക്കാർ ഗുണം കിട്ടുന്നത്. പക്ഷേ ഈ ആൾക്കാർ കൃഷി ഉൽപ്പാദിച്ചാൽ ഇനിയും കുറച്ചുകൂടി വിനോദസഞ്ചാര മേഖല യഥാർത്ഥ സത്യം. ഒരു ഫാം ടൂറിസവും അല്ലെ, അങ്ങനെയുള്ള ഇതിലേക്ക് കുറച്ചും കൂടെ വരാനായിട്ട്. മറ്റെന്തെങ്കിലും കന്നുകാലി കൃഷി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കന്നുകാലി കൃഷികൾ ഉണ്ട്, പക്ഷെ വലിയ ഫാമായിട്ട് ചെയ്യുന്നില്ല. പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഒരു വീടിന് 1-2 പശുക്കള്, പിന്നെ പോത്തുകൾ, പിന്നെ പാല് കറവയായിട്ടും, പിന്നെ ഏറുകൂട്ടി ഉഴുകുന്ന രീതിയിലേക്ക് ഇപ്പോഴും കാന്തള മേഖലയിൽ കണ്ടങ്ങൾ ഈ ട്രെല്ലർ ഒഴുകുന്ന പോലെ പണ്ടത്തെ കാളയെ പൂട്ടി ഒഴുകുന്ന രീതിയിൽ ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതുപോലെ വലിയ വലിയ ഒരു ഡയറി ഫാം പോലെ ഇല്ലാതെ വീട്ടിലേക്കുള്ളത് ഈ മേഖലയ്ക്ക് ആവശ്യമുള്ള പാല് ഈ മേഖലയിൽ തന്നെ നമുക്ക് ഉത്പാദിക്കാൻ കഴിയുന്നുണ്ട്. ആവശ്യമുള്ള ചാണകവും ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലേ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാനുണ്ട്, വൈഫുണ്ട്, ഒരു കൊച്ചുണ്ട്, അമ്മയുണ്ട്. വൈഫ് കൃഷിയില്ല, ഹൗസ് വൈഫ് തന്നെയാണ്. പിന്നെ കൃഷിക്ക് ആവശ്യമുള്ള സഹായങ്ങൾ കാര്യം പണിക്കാർ പോയാൽ അവർക്കുള്ള ചായ ഉണ്ടാക്കുന്നത്, ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കലൊക്കെ അത് ഒരു കൃഷി ഭാഗമായി തന്നെ കൂട്ടാം. അപ്പോൾ മാർക്കറ്റിങ്ങിനൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി വരികയാണെങ്കിൽ കാർഷിക മേഖല സന്തോഷകരമായുള്ള ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരു മേഖലയാണല്ലേ. ഉറപ്പായിട്ടും കാന്തള മേഖല അതിന് സാധ്യതയുള്ള മേഖല തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് സംവിധാനം നല്ല രീതിയിൽ വരികയാണെങ്കിൽ കൃഷി ഇനിയും 3 ഇരട്ടി കൂടാനുള്ള ചാൻസ് ഉണ്ട്. പഞ്ചായത്തിനെ സംബന്ധിച്ച് കൃഷിക്കാർക്കും കന്നുകാലിക്കാർക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പഞ്ചായത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള പുരോഗതി ഇവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നു കാർഷിക മേഖല. ഉറപ്പായിട്ടുണ്ടാകുന്നുണ്ട്, നല്ല യാതൊരു സംശയം. ഇത്രയും നേരം കിസാൻ വാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് കിസാൻ വാണി ശ്രോതാക്കളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിലെ കർഷകനും കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ശ്രീ PT മോഹൻദാസുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. വീട്ടുവളപ്പിന് യോജിച്ച ഔഷധ സസ്യങ്ങൾ. ഔഷധ ചെടികൾക്ക് വ്യാവസായികമായി വളരെയേറെ പ്രാധാന്യം കൈവന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വിപണനത്തിന് യോജിച്ചവ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് വീട്ടാവശ്യത്തിനുള്ളവ നട്ടുണ്ടാക്കുന്നത്. വീട്ടുവളപ്പിലെ ചെറിയ കൃഷിക്ക് അനുയോജ്യമായ ഏതാനും ഔഷധ ചെടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അകത്തി. നാനാവിധ ഉപയോഗങ്ങളുള്ള സസ്യമാണ് അകത്തി. പൂക്കളുടെ നിറത്തെ അടിസ്ഥാനമാക്കി 4 ഇനങ്ങളുണ്ട്. ഇവയുടെ ഇല പോഷകസമ്പുഷ്ടമായതിനാൽ പാചകത്തിന് ഉപയോഗിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ പല ഭാഗത്തും ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് ഇത് നല്ലതാണ്. അകത്തിയുടെ തടി പൾപ്പിനായി ഉപയോഗിക്കുന്നുണ്ട്. അകത്തിയില ചേർത്തുള്ള വിവിധ കറികൾ രുചികരമാണെങ്കിലും ഇത് പൊതുവെ വാതത്തെ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് വാതത്തിൻ്റെ ഉപദ്രവമുള്ളവർ ഇത് തുടർച്ചയായി ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. അകത്തിയിലയിൽ ജീവകം എ ധാരാളമായുണ്ട്, അതുപോലെ തന്നെ കാൽസ്യവും. ഏതാണ്ട് 1 ഔൺസ് അകത്തിച്ചീരയിൽ 2556 മില്ലിഗ്രാം ജീവകം എയും 320 മില്ലിഗ്രാം കാൽസ്യവും കൂടാതെ മാംസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ബി, സി എന്നിവയും ഉണ്ട്. നിശാന്തതയ്ക്ക് അകത്തിയുടെ ഇല നെയ്യിൽ വറുത്ത് 10 ഗ്രാം വീതം ദിവസവും 2 നേരം വീതം കഴിക്കുന്നത് നല്ലതാണ്. വിളർച്ച മാറാൻ അകത്തിയില തോരൻ വെച്ച് കഴിച്ചാൽ മതി. തമിഴ്നാട്ടിൽ പശുക്കൾക്ക് പുല്ലിനു പകരം അകത്തി നൽകാറുണ്ട്. വിത്ത് പാകിയുണ്ടാക്കുന്ന തൈകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. കറ്റാർവാഴ. കറ്റാർവാഴ മാംസളമായ പോളകൾ ഉള്ള ഔഷധ സസ്യമാണ്. വളരെയേറെ ഔഷധങ്ങളിലും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും അലോവേര പ്രധാന ചേരുവയാണ്. നന്നായി വളരുന്ന ചെടി 35 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുകയും 8 മുതൽ 17 ഇലകൾ വരെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും.
അടുത്ത കാലത്തായി ഗൃഹവൈദ്യത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഇനമായി കറ്റാർവാഴയെ കണക്കാക്കി വരുന്നു. എങ്കിലും ഗർഭിണികൾ കറ്റാർവാഴ ഉപയോഗിക്കുന്നത് നല്ലതല്ല. കായിക പ്രവർത്തന രീതിയിലാണ് ആവശ്യമായ തൈകൾ ലഭ്യമാകുന്നത്. വളർച്ചയെത്തിയ ചെടിയുടെ ചുവട്ടിൽ കിളിർത്തു വരുന്ന ഭൂസ്ഥാരികളാണ് നടാനായി ഉപയോഗിക്കുക. കറ്റാർവാഴയുടെ ഇലയിലെ പ്രധാന ഘടകം അലോയിൻ എന്ന ഗ്ലൂക്കോസൈഡാണ്. ഇതിൽ അലോയിമോഡിൻ എന്ന ബാഷ്പശീല പദാർത്ഥം അടങ്ങിയിരിക്കുന്നു. അശോകം ഉപയോഗം കൊണ്ടും പൂക്കളുടെ മനോഹാരിത കൊണ്ടും വീട്ടുമുറ്റത്തെ ഒരു പ്രധാന ഔഷധ വൃക്ഷമാണ് അശോകം. ഈ നിത്യഹരിത വൃക്ഷം പുരാതന കാലം മുതൽക്ക് തന്നെ ഭാരതീയരുടെ ഒരു പുണ്യവൃക്ഷമായി കണക്കാക്കിയിരുന്നു. പൂർണ്ണ വളർച്ചയെത്തിയാൽ 6 മുതൽ 9 മീറ്റർ വരെ പൊക്കം വയ്ക്കും. ഈ ഔഷധവൃക്ഷം വീട്ടുമുറ്റത്തിന് അലങ്കാരവും കുരുവികൾക്കും ശലഭങ്ങൾക്കും സ്ഥിര ആവാസകേന്ദ്രവുമാണ്. മൂപ്പെത്തിയ വിത്ത് തവാരണകളിൽ പാകുകയും മുളച്ചു വരുമ്പോൾ കൂടുകളിലേക്ക് പറിച്ചു നടുകയും ചെയ്യുന്നു. അശോകമരത്തിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നം തായ്തടിയിൽ നിന്നും എടുക്കുന്ന തൊലിയാണ്. ഏകദേശം 20 വർഷം പ്രായമായ മരത്തിൻ്റെ തൊലി ഒരു വശത്തു നിന്ന് മാത്രം നെടുകെ ഉരിഞ്ഞെടുക്കുന്നു. 1-2 വർഷങ്ങൾക്കകം പുറംതൊലി വളർന്ന് നികന്നുകൊള്ളും. ഈ സമയം തായ്തടിയുടെ മറുവശത്തുള്ള പുറംതൊലി പൊളിച്ചെടുക്കുന്നു. ഇത്തരത്തിലുള്ള ഒന്നിടവിട്ട വിളവെടുപ്പ് വർഷങ്ങളോളം തുടരാവുന്നതാണ്. മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നും പുറംതൊലിയിൽ കറ്റേക്കോൾ, ടാനിൻ എന്നിവയും ഗ്ലൂക്കോസൈഡുകളായ ഹീമറ്റോക്സിലിൻ, കീറ്റോസ്റ്റിറോൾ തുടങ്ങിയവയും ധാരാളമായി അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇത് കാൽസ്യവും സ്റ്റീറോയിഡ് യൗഗികങ്ങളും പ്രദാനം ചെയ്യുന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അശോകത്തൊലി ചേർത്തുണ്ടാക്കുന്ന കഷായം മൂത്രരോഗശമനത്തിന് പറ്റിയ ഔഷധമാണ്. അശോകാരിഷ്ടം, അശോകഘൃതം എന്നിവയിലും പ്രധാന ചേരുവ അശോകത്തൊലിയാണ്. ഇവ ജ്വരം, രക്തപിത്തം, പ്രമേഹം, ഗർഭാശയ രോഗങ്ങൾ എന്നിവയെ ശമിപ്പിക്കും. അശോകത്തൊലിയിൽ അടങ്ങിയ യൂട്ടറൈൻ ടോണിക് ഗർഭപാത്രത്തിൻ്റെ പേശികളിൽ നേരിട്ട് പ്രവർത്തിക്കുന്നതിനും അണ്ഡാശയ കലകളുടെയും എൻഡ്രോമെട്രിയത്തിൻ്റെയും പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതിനും ഫലപ്രദമാണ്. അശോകത്തൊലി ആൽക്കഹോളിൽ വാറ്റിയെടുക്കുന്ന സത്ത് നല്ലൊരു അണുനാശിനിയായി കണക്കാക്കുന്നു. ആടലോടകം നിറയെ ഇലകളോട് കൂടിയ ഒരു നിത്യഹരിത കുറ്റിച്ചെടിയാണ് ആടലോടകം. ആടലോടകം 2 തരമുണ്ട്. ചെറിയ ആടലോടകം, ചിറ്റലോടകവും ആടലോടകവും. ചെറിയ ആടലോടകത്തിനാണ് ഔഷധ ഗുണം കൂടുതൽ. മഴ കൂടുതലായി ലഭിക്കുന്ന ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് നന്നായി വളരുന്നത്. വളക്കൂറും നനവും നീർവാർച്ചയുമുള്ള മണ്ണ് ഇതിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. നഴ്സറികളിൽ തൈകൾ തയ്യാറാക്കി കാലവർഷ ആരംഭത്തോടുകൂടി നടുകയാണ് പതിവ്. ഫെബ്രുവരി മാസത്തിൽ ഇളം തണ്ടുകൾ 3 മുതൽ 4 മുട്ടുകളോടുകൂടി മുറിച്ചെടുത്ത് പോളി ബാഗുകളിൽ നട്ടുപിടിപ്പിക്കുകയും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേരുപിടിപ്പിച്ച കമ്പുകൾ 30 സെൻറ്റിമീറ്റർ അകലത്തിൽ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്നു. 800 കിലോഗ്രാം കാലിവളവും 4 കിലോഗ്രാം എല്ലുപൊടിയും 20 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്കും ജീവാണു വളങ്ങളായ ട്രൈക്കോഡെർമ, മൈക്കോറൈസ, സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ് എന്നിവ 80 ഗ്രാമും നൽകുക. ഓരോ പ്രാവശ്യത്തെ വളപ്രയോഗത്തിന് ശേഷവും ചുവട്ടിൽ മണ്ണിടണം. ചെടി സമൂലമായും ഇല, വേര് എന്നിവയുടെ ആവശ്യത്തിനുമായും ഉപയോഗിച്ചു വരുന്നു. ആടലോടകത്തിൻ്റെ വേരിലും ഇലയിലും ബാഷ്പശീലമുള്ള വാസിസിൻ എന്ന സുഗന്ധ തൈലം അടങ്ങിയിട്ടുണ്ട്. കഫക്കെട്ടിനും ചുമയ്ക്കും ഫലപ്രദമായ മരുന്നാണിത്. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് രക്തസ്രാവത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇല്ലാതാക്കും. കച്ചോലം സിഞ്ചിബറേസിയ കുടുംബത്തിലെ അംഗമായ കച്ചോലം കംഫേറിയ ഗലങ്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നു. ഇഞ്ചിക്ക് യോജിച്ച തണൽ ഈ വിളയും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വീട്ടുവളപ്പിലേക്ക് അനുയോജ്യമാണ്. മണ്ണ് ഫലഭൂയിഷ്ഠവും ജൈവാംശം കൂടുതലുള്ളതും നല്ല നീർവാർച്ചയുമുള്ളതുമായിരിക്കണം. കാലവർഷ ആരംഭത്തോടുകൂടി നിലം കിളച്ച് 1 മീറ്റർ വീതിയിലും സൗകര്യപ്രദമായ നീളത്തിലും 25 സെൻറ്റിമീറ്റർ ഉയരത്തിലും 40 സെൻറ്റിമീറ്റർ അകലത്തിലും വാരങ്ങൾ എടുക്കുക. മുള ഒന്നെങ്കിലുമുള്ള 10 മുതൽ 15 ഗ്രാം വരെ വിത്ത് കഷ്ണം 15 മുതൽ 25 സെൻറ്റിമീറ്റർ അകലത്തിലും 4 മുതൽ 5 സെൻറ്റിമീറ്റർ താഴ്ചയിലും നടുക. സെൻറ്റിന് 4 കിലോഗ്രാം വിത്ത് വേണം. കാലിവളം സെൻറ്റിന് 80 മുതൽ 100 കിലോഗ്രാം വരെ നൽകണം. ചൊരിമണലാണെങ്കിൽ കൂടിയ തോതിൽ തന്നെ നൽകണം. കൂടാതെ 500 ഗ്രാം എല്ലുപൊടിയും വിതരണം. നട്ട ഉടനെ സെൻറ്റിന് 60 കിലോ പച്ചില കൊണ്ട് പുതയിടുക. തോട്ടത്തിൽ ഇലചീയൽ കണ്ടാൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക.
ഇലകൾ ഉണങ്ങി തുടങ്ങുന്നതോടുകൂടി വിളവെടുക്കാം. രാമച്ചം ചൊരിമണൽ കൂടുതലായുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്ക് യോജിച്ചൊരു വിളയാണ് രാമച്ചം. ദാഹശമനിയുടെയും വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയുടെയും നിർമ്മാണത്തിനുള്ള പ്രധാന ചേരുവ രാമച്ച തൈലമാണ്. മണ്ണൊലിപ്പ് തടയാനുള്ള പ്രധാന ജൈവമാർഗമായി അന്താരാഷ്ട്ര സമൂഹം ഇതിനെ പരിഗണിക്കുന്നു. തീരദേശം തൊട്ട് 1300 മീറ്റർ വരെ ഉയർന്ന സ്ഥലങ്ങളിൽ ഇത് നന്നായി വളരും. കളിമണ്ണിൽ വളരുന്നവയ്ക്കാണ് ഗുണമേന്മ കൂടുതലുള്ളതായി കാണുന്നതെങ്കിലും മണൽ പ്രദേശങ്ങളിലാണ് കൂടുതൽ വേരുൽപ്പാദിപ്പിക്കപ്പെടുക. വടക്കേ ഇന്ത്യൻ, തെക്കേ ഇന്ത്യൻ എന്നിങ്ങനെ 2 വിഭാഗം രാമച്ചമാണ് ഇവിടെ കണ്ടുവരുന്നത്. ഇതിൽ വടക്കേ ഇന്ത്യൻ ഇനങ്ങൾക്കാണ് സുഗന്ധമേറിയ തൈലമുള്ളത്. എന്നാൽ തെക്കേ ഇന്ത്യൻ ഇനങ്ങളിൽ നിന്നാണ് കൂടുതൽ വേരും കൂടുതൽ തൈലവും ലഭിക്കുക. ഇപ്പോൾ ഇവ തമ്മിലുള്ള സങ്കര ഇനങ്ങളും പ്രചാരത്തിലുണ്ട്. ODV3 ഓടക്കാലി സുഗന്ധ തൈലം മരുന്നുചെടി ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്തിയ ഒരിനമാണ്. മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ളവ പൂസ ഹൈബ്രിഡ് 7, 8 എന്നിവയും സിമ KS2 എന്നിവയുമാണ്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ 10 സെന്റിന് 400 കിലോഗ്രാം കാലിവളം വിതറി നിലം നന്നായി കിളച്ച് 1 മീറ്റർ വീതിയിൽ സൗകര്യപ്രദമായ നീളത്തിലും 30 സെന്റിമീറ്റർ ഉയരത്തിലും വാരങ്ങൾ എടുക്കുക. കാലവർഷാരംഭത്തോടുകൂടി മൂടുകളിൽ നിന്നും അടർത്തിയെടുക്കുന്ന ചിനപ്പുകൾ 2-3 വീതം 30 മുതൽ 60 സെന്റിമീറ്റർ അകലത്തിൽ 2 വരിയായി വാരങ്ങളിൽ നടുന്നു. ചിനപ്പുകൾ നട്ട് 15 ദിവസമാകുമ്പോൾ യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് എന്നിവ 10 സെന്റിന് 2 കിലോഗ്രാം വീതവും, നട്ട് 30-ാം ദിവസം യൂറിയ, പൊട്ടാഷ് എന്നിവ വീണ്ടും 2 കിലോഗ്രാം വീതവും നൽകണം. ഓഗസ്റ്റ് മാസത്തിലും ഒക്ടോബർ മാസത്തിലും ചുവട്ടിൽ മണ്ണിടുകയും വേണം. ഉപയോഗത്തെ ആശ്രയിച്ചാണ് വിളവെടുപ്പ് സമയം നിശ്ചയിക്കുന്നത്. കൂടുതൽ വേര് ലഭിക്കുന്നതിന് 15-ാം മാസവും ഗുണമേന്മയുള്ള തൈലം ലഭിക്കുന്നതിന് 18-ാം മാസവും വിളവെടുക്കണം. ഒക്ടോബർ മാസം മുതൽ വിളവെടുത്ത് തുടങ്ങാം. വേരുകൾ പൊട്ടിപ്പോകാതെ 60 സെന്റിമീറ്റർ താഴ്ചയിൽ മണ്ണിളക്കി ചുവടുകൾ മണ്ണോടുകൂടി പൊക്കിയെടുക്കുന്നു. തുടർന്ന് മണ്ണ് കുടഞ്ഞു കളഞ്ഞ് വേരുകൾ ശേഖരിക്കുന്നു. വേരിൽ 1 മുതൽ 1.5% വരെ തൈലം ഉണ്ട്. കാർഷിക അറിവുകൾ, PT മോഹൻദാസുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.